ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ സ്കോഡ കൈലാക്കിലെ ബേസ് വേരിയന്റ് ആയ ക്ലാസിക് വേരിയന്റ് ആണ്. ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ജർമ്മൻ കാർ, അതാണ് കൈലാക്കിന്റെ ഈ ഒരു ബേസ് വേരിയന്റ്. 9,90,000 രൂപയാണ് ഈ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിപ്പോ ഒരു ബേസ് വേരിയന്റ് ആണെങ്കിലും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ തേർഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ പ്ലസിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വാഹനം തരുന്നത്. ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ആരും ഇതൊരു ബേസ് വേരിയന്റ് വാഹനമാണെന്ന് പറയുന്നു. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു LED DRL വരുന്നത് ഇതിനകത്ത്. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. 2 സ്ലോട്ട് ആയിട്ടാണ് LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അകത്തൊരു സിൽവർ ഇൻസെർട്ട് കാര്യങ്ങൾ കാണാം. അപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് തേർഡ് വേരിയന്റ് വരെ ഈ ഒരു സെയിം ലൈറ്റ് യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലിലേക്ക് വന്നാൽ ആ ഒരു ബട്ടർഫ്ലൈ പാറ്റേണിലുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന്റെ ടോപ്പിലായിട്ട് സ്പോയുടെ ഒരു ലോഗോ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എയർ ഡാമിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ആ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ തൊട്ട് നമുക്ക് അവിടെ ഒരു സിൽവർ ഫിനിഷ് കാണാം. 185 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ സ്കോഡയുടെ ഹൈ എൻഡ് വാഹനങ്ങളുടെ ഒരു ലുക്കാണ് നമുക്ക് തരുന്നത്. ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ ബേസ് വേരിയന്റ് ആണെന്ന് ആരും പറയില്ല ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. കാര്യം സെക്കൻഡ് വേരിയന്റ് തൊട്ട് കൈലാക്കില് അലോയ് വീൽസ് അവൈലബിൾ ആണ്. ഇതിപ്പോ ബേസ് വേരിയന്റ് ആയതുകൊണ്ട് അലോയ് വീൽസ് വരുന്നില്ല. പക്ഷെ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് വരെ സെയിം 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 205 60R16 ആണ് ടയർ സൈസ് വരുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സിഗ്നേച്ചറിലോ സിഗ്നേച്ചർ പ്ലസിലൊക്കെ കൊടുത്തിരിക്കുന്ന അലോയ്സ് വേണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും. ടയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അലോയ്സിന്റെ ലുക്കുള്ള ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് കളേഴ്സിലാണ് വീൽസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റ് പല മാനുഫാക്ചേഴ്സും ബേസ് വേരിയന്റിൽ കൊടുക്കാത്ത പല ഫീച്ചേഴ്സും നമുക്ക് സ്കോഡയുടെ ഈ ബേസ് വേരിയന്റിൽ കാണാവുന്നതാണ്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 2566 mm ആണ് കൈലാക്കിന്റെ വീൽ ബേസ് വരുന്നത്. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3995 mm മാത്രമേ വരുന്നുള്ളൂ. ഇനി ഗ്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ടോപ്പിലായിട്ട് ഒരു റൂഫ് റെയിൽസ് കാണാം. അത് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ആന്റിന കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സൺ റൂഫ് ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂഫ് റെയിൽസിനകത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിനകത്ത് വെയിറ്റ് കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കോഡയുടെ മറ്റു വാഹനങ്ങളിൽ കാണുന്ന ഒരു സെയിം അഡ്വാൻറ്റേജ് നമുക്ക് കൈലാക്കിലും കാണാം. ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നിന്നിട്ട് താഴെ വരെ ഡോറ് കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ ചെളിയായി നമ്മളുടെ പാൻറ്റുമ്മ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ കൈലാക്കിൽ ഉണ്ടാകില്ല. കാരണം ഇപ്പൊ എന്റെ ബ്രസയിലാണെങ്കിൽ നമുക്ക് ആ താഴത്തെ പോർഷൻ വരുന്നില്ല. അതുകൊണ്ട് അവിടേക്ക് ചെളിയായി കഴിഞ്ഞാൽ അകത്തേക്ക് കയറി ഇറങ്ങുന്ന സമയത്ത് ഡ്രസ്സുമ്മ ചെളിയാവാറുണ്ട്. കൈലാക്കിന്റെ വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. വാഹനത്തിന് ചുറ്റുപുറവും ബാക്ക് വശം വരെ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട്. അതൊരു SUV ലുക്ക് തരാനൊക്കെ സഹായിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ വേരിയന്റുകൾക്കും ഈ സ്കോഡ ലെറ്ററിങ്ങിന്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. എനിക്ക് തോന്നുന്നു അത് ഇല്ലാത്തതാണ് കൈലാക്കിന് കുറച്ചുകൂടി ഭംഗി. ഇപ്പൊ ആ സ്കോഡയുടെ ലെറ്ററിങ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിൽ കൈലാക്ക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് കാണാനാണ് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ, വാഷർ, ഡിഫോർ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ സ്പോയിലേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ടൈലറിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ടൈലർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ചെറിയൊരു റിഫ്ലക്ടേഴ്സ് കാണാം. ഇവിടെയും താഴെ നമുക്കൊരു റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റിന് മുകളിൽ വരുന്ന ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം LED ആയിട്ട് വൈറ്റ് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് നോർമൽ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 446 ലിറ്റർ ആണ് കൈലാക്കിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ബൂട്ട് എന്ന് പറയാം. വേറെ ഈ വേരിയന്റിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡീപ്പായിട്ടുള്ള ബൂട്ടാണ്. ചെറിയൊരു ലോഡിംഗ് ക്ലിപ്പാണ് വരുന്നുള്ളൂ. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ്. 60/40 ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല. നമുക്ക് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് വരുന്നത്. അല്ല,
195/65/15 195 സെഷൻ ടയറുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഷോറൂം വരെ എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമ്മുടെ ഡോർ ഹാൻഡിൽസ് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ ഈ ഒരു ബി പില്ലറും സി പില്ലറിന്റെ കോർണറിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ്, മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കാണാം. മറ്റു പല മാനുഫാക്ചേഴ്സും അതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നു, അത് ബോഡി കളർ കൊടുക്കുന്നു. അതിലൊന്നും സ്കോഡ എന്താണെങ്കിലും കോസ്റ്റ് കട്ടിങ് വരുത്തിയിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടെ ഫുള്ളി ഫംഗ്ഷനലായിട്ടുള്ള 2 ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും സ്കോഡ കോസ്റ്റ് കട്ടിംഗ് ഒന്നും വന്നിട്ടില്ല. സാധാരണ ഒരു ഫുൾ കീയും ഒരു നോർമൽ കീയും ആണ് കൊടുക്കാറ്. ഇവിടെ ഫുള്ളി ഫംഗ്ഷനലായിട്ടുള്ള 2 കീ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയറിന്റെ മോൾവശം കാണാൻ പറ്റുക. താഴെ നമുക്കൊരു ചെറിയൊരു ഓഫ് വൈറ്റ് ഫിനിഷിലും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഡോർ ഹാൻഡിൽസ് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ താഴെ ഈ ഒരു പോർഷൻസിലാണ് നമ്മൾക്ക് ആ ഒരു ഓഫ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ബേസ് വേരിയന്റിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാണാം. ഇവിടെ ചെറിയൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. താഴെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് കുഷ്യൻ ആയിട്ടുള്ള സീറ്റുകളാണ്. പക്ഷേ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ അവിടെ കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഇതിപ്പോ ഹെഡ്ലൈറ്റ്, ഇത് പാർക്ക്, ഇത് ഓഫ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹെഡ്ലൈറ്റിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഒരു 3 ലെവലിലൊക്കെ നമുക്ക് അതിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. AC വെൻസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് AC വെൻസിന്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള യൂണിറ്റിൽ ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. കൈലാക് ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡാഷ്ബോർഡിന്റെ ലേഔട്ട് കാര്യങ്ങൾ എല്ലാ വേരിയന്റിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ടോപ്പ് എൻഡിലേക്ക് ചെയ്യുമ്പോൾ ഈ കളർ ടോണിലാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. പാനൽ ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഈ വാഹനത്തിന്റെ ഡോർ അടയ്ക്കുന്ന സമയത്താണെങ്കിലും ഇത് എന്തോരം ഹെവി ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു തക്ക് ഫീല് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇത്രയും ഫിറ്റ് ആൻഡ് ഫിനിഷ് തരുന്ന വേറൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ വേറെ അവൈലബിൾ അല്ല. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡോ ഫംഗ്ഷനിലോ വേറെ ഒന്നും തന്നെ കൊടുത്തില്ല. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. നടുക്ക സ്കോഡയുടെ ലോഗോ കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസും ഈ ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും വലതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും കാണാം. അതിനോട് ചേർന്ന് ഈ കോർണറിലായിട്ടോ ഈ കൊടുത്തിരിക്കുന്ന ബട്ടൺസിലാണ് നമ്മൾ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത്. ക്ലസ്റ്ററിലെ ഫീച്ചേഴ്സ് നമ്മൾ ടോഗിൾ ചെയ്യുന്നത് ഈ ഒരു ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിനകത്തും നമ്മളുടെ മീറ്റർ സെറ്റ് ചെയ്യാനും അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനലോഗ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ടുള്ള ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. സ്പീഡോമീറ്ററും RPM മീറ്ററും ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും എല്ലാം നമ്മൾക്ക് അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഫ്യൂവൽ, ട്രാവൽ ടൈം, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വാഹനത്തിന് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെ ഇലുമിനേറ്റ് ആവുന്നത് കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്കോഡയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വേറൊരു സ്കോഡയുടെ ബാഡ്ജിങ് അവിടെ കാണാം. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നും അത് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് 9 ഇഞ്ചിൻ്റെയോ 10 ഇഞ്ചിൻ്റെ ഒക്കെ സ്ക്രീനൊക്കെ ഇവിടെ സിമ്പിളായിട്ട് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ആ AC വെൻസിൻ്റെ നിബിലെല്ലാം നമുക്കൊരു ക്രോം ഇൻസെർട്ട് കാണാം. താഴേക്ക് വന്നാൽ മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു ഓപ്ഷൻസും കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാർജിങ്, വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. അവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ബേസ് വേരിയന്റിൽ മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ വരുന്നുള്ളൂ. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിന്റെ ടോപ്പിലാണെങ്കിലും നമുക്കൊരു ക്രോം ഇൻസെർട്ട് വരുന്നുണ്ട്. അതിനൊരു ലെതർ കവറിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ ഒരു കീ ഒക്കെ വയ്ക്കാൻ പാകത്തിന് ചെറിയൊരു സ്പേസ് കാണാം. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണെന്നേ വരുന്നുള്ളൂ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയത്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് സീറ്റിന്റെ സൈഡിലെ ബാഡ്ജിങ് കാണാം.
സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ എയർ ബാഗിന്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഗ്രാബ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ഒന്നും തന്നെ വരുന്നില്ല, ജസ്റ്റ് സൺവൈസസ് മാത്രം. സെന്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് വരുന്നത്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ വരുന്നത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡർ ഒന്നുമില്ല, ജസ്റ്റ് സൺവൈസസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. വേറെ എടുത്ത് പറയത്തക്ക കൂൾഡ് ഫീച്ചറോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തും വരുന്നില്ല. ഈ ഒരു പോർഷനിലെല്ലാം പ്ലാസ്റ്റിക് ഫീലാണ്, പക്ഷേ ഒരു ടെക്സ്റ്റൈൽ പ്ലാസ്റ്റിക്സിന്റെ ഇത് കൊടുത്തിരിക്കുന്നു. ഇവിടെ ടോപ്പിലാണെങ്കിൽ വേറൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ സെക്കൻഡ് വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ്. കാരണം മ്യൂസിക് സിസ്റ്റവും അലോയ് വീൽസും കൂടി ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയന്റ് ഓൾമോസ്റ്റ് സിമിലർ ലുക്കിലേക്ക് ഈ വാഹനം ചേഞ്ച് ആവുന്നുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്നുണ്ട്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഫ്രണ്ട് ഡോർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിന്റെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന പോർഷനിൽ സോഫ്റ്റ് ടച്ച് കാണാം. അത് എനിക്ക് തോന്നുന്നു ഒരു ബേസ് വേരിയന്റ് കാറുകളിൽ നമ്മൾ ഇതിനു മുമ്പ് ഈ സോഫ്റ്റ് ടച്ച് ഓപ്ഷൻസ് ഒന്നും ബേസ് വേരിയന്റിൽ കണ്ടിട്ടില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഇവിടെ എല്ലാം നമുക്കൊരു ടെക്സ്റ്റൈൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ വീൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെന്റ്സ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് കാണാം. അത് 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും. സീറ്റിന്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ കണ്ട വേറൊരു പ്രത്യേകതയാണ് ബാക്കിലെ പാസഞ്ചേഴ്സിന് മാത്രമേ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വരുന്നുള്ളൂ. ഫ്രണ്ട് പാസഞ്ചേഴ്സിന് ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കൈലാക്കിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു കാറാണിത്. അതായത് അഡൽട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് കൈലാക്ക്. അത് ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ജർമ്മൻ കാറിന്റെ ഫീല് ലഭിക്കുന്നുണ്ട്. ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, TPMS, റോൾ ഓവർ പ്രൊട്ടക്ഷൻ, അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കൊടുക്കാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 360 ക്യാമറ, ADAS പോലെയുള്ള ഫീച്ചേഴ്സും അഡീഷണലി വരുന്നുണ്ട്. കൈലാക്കിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ ഒരു എഞ്ചിനാണ് വരുന്നത് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. എഞ്ചിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. നമ്മുടെ പോളോയിലും ഇതിന്റെ കുഷാക്കിലും ടൈഗൂണിലൊക്കെ കണ്ട സെയിം പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. 115 HP ആണ് ആ എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്ന പവർ. 178 Nm ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് നല്ല പെപ്പി ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 19.2 മാനുവലിനും 19.8 ഓട്ടോമാറ്റിക്കിന്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് സർപ്രൈസിംഗ്ലി 15നും 17നും ഇടയ്ക്കൊക്കെ ഇതിന് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ സിറ്റിയിൽ ഉപയോഗിക്കുന്ന പലർക്കും 14ഉം 15ഉം കാണിക്കുന്നുണ്ട്. ലോങ് ഡ്രൈവ് പോകുമ്പോൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ 19ഉം 20 വരെയൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഓൺലൈനിൽ നിന്നാണ് നമുക്ക് കറക്റ്റ് ഫിഗറുകൾ ലഭിച്ചത്. കൈലാക്കിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഈ ബേസ് വേരിയന്റ് ആയ ക്ലാസിക് വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 8,25,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. അഡീഷണലി മ്യൂസിക് സിസ്റ്റം മറ്റു കാര്യങ്ങളൊക്കെ ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-10.15 ലക്ഷം രൂപയ്ക്കൊക്കെ എല്ലാ ആക്സസറീസും ചെയ്ത് നിങ്ങൾക്കൊരു ടോപ്പ് എൻഡിന്റെ ലുക്കിൽ ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ ബേസ് വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. ഇപ്പോൾ കൈലാക്കിന്റെ പ്രൈസ് ലോഞ്ച് ചെയ്ത സമയത്തേക്കാളും കുറച്ചും കൂടി ചെറിയൊരു ഇൻക്രീസ് എല്ലാ വേരിയന്റുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചറിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 9,85,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. കൈലാക്കിന്റെ സിഗ്നേച്ചർ വേരിയന്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യും. അതായത് സെക്കൻഡ് വേരിയന്റ് തൊട്ട് സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 10,95,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം 1,50,000 രൂപയുടെ അടുത്താണ് ഡിഫറൻസ് വരുന്നത്. അതിന് തേർഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ പ്ലസിലേക്ക് വന്നാൽ 11,25,000 രൂപയാണ് സിഗ്നേച്ചർ പ്ലസ് മാനുവലിന് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,80,000 രൂപ.
സിഗ്നേച്ചർ പ്ലസ് ഓട്ടോമാറ്റിക്കിന് 12,35,000 രൂപ എക്സ്ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. എൻ്റെ അഭിപ്രായത്തിൽ കൈലാക്കിലെ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് സിഗ്നേച്ചർ പ്ലസ് ആണ്. പലരും പറയുന്നു സിഗ്നേച്ചർ ആണെന്ന്, പക്ഷേ സിഗ്നേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു കുറച്ചും കൂടി ബെറ്റർ വേരിയന്റ് ആയിട്ട് ഫീൽ ചെയ്ത് സിഗ്നേച്ചർ പ്ലസ് ആണ്. ഇനി ടോപ്പ് എൻഡ് വേരിയന്റ് ആയ പ്രസ്റ്റീജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് മാനുവലിന് 12,89,000, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,75,000 രൂപ. അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 17,10,000 രൂപയാണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ബേസ് വേരിയന്റിന് 9,90,000 രൂപയും ടോപ്പ് എൻഡ് വേരിയന്റിന് 17,10,000 രൂപയും. ബേസ് വേരിയന്റിന്റെ ടോപ്പ് എൻഡ് വരെ ഏകദേശം ഒരു 7 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസ് തന്നെയാണ്. 10 ലക്ഷം രൂപ താഴെ ഇത്രയും സൈസുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേറൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഉണ്ട്. 1.2 ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്ന നമ്മളുടെ മഹീന്ദ്രയുടെ XUV 3XO. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി വാല്യൂ ഫോർ മണിയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം നമ്മുടെ കൈലാക്ക് തന്നെയാണ്. പിന്നെ മറ്റ് സിഗ്നേച്ചർ ആണെങ്കിലും സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണെങ്കിലും പ്രസ്റ്റീജ് വേരിയന്റ് ആണെങ്കിലും നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രസൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ VXi, ZXi, ZXi പ്ലസ് ഈ വേരിയന്റുകളുടെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ നിങ്ങൾക്ക് സ്കോഡയുടെ ഒരു വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ താഴെ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ടെസ്റ്റ് ഡ്രൈവ് കൈലാക്ക് ഓൾസോ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 10 ലക്ഷം ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബലേനോന്റെ പ്രൈസ്, സ്വിഫ്റ്റിന്റെ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് SUV, നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് SUV വേണമെങ്കിൽ നിങ്ങൾക്ക് കൈലാക്കിന്റെ ഈ ഒരു ക്ലാസിക് വേരിയന്റ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൈലാക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ്ങിലൊക്കെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് ഓൺ റോഡ് പ്രൈസിന്റെ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈലാക്കിന്റെ ഈ വേരിയന്റ് ഒക്കെ ഈസിലി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ താഴെ അടവ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആലുവ മുട്ടത്തുള്ള EVM സ്കോഡയുടെ ഷോറൂമിലാണ്. അവിടെ നിങ്ങൾക്ക് കൈലാക്കല്ല, സ്കോഡയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളുടെയും എല്ലാ വേരിയന്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ബേസ് വേരിയന്റ് പോലും നിങ്ങൾക്ക് റെഡി സ്റ്റോക്ക് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്കോഡ ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.